എവരിവൺ അസ്സലാമു അലൈക്കും. ഈദിന് സെർവ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള 3 തരം സ്വീറ്റാണ് ഞാനിവിടെ കാണിക്കുന്നത്. ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു 3 സ്വീറ്റും തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പുഡിംഗ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഒരു 5 ബ്രെഡ് സ്ലൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ പകുതി വലിയ പീസായിട്ട് കട്ട് ചെയ്തതും അതിൻ്റെ പകുതി പോർഷൻ കുഞ്ഞായി കട്ട് ചെയ്തതുമാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. മുഴുവൻ ബ്രെഡ് സ്ലൈസ് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ബാക്കി കുഞ്ഞു പീസാക്കിയതും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവനായിട്ടും കുഞ്ഞു പീസായിട്ട് ഫ്രൈ ചെയ്തിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അടിയിലുള്ള ലെയറിന് വേണ്ടിയിട്ടുള്ളത് വലിയ പീസായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കസ്റ്റാർഡ് മിക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ അല്പം പാലിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതേ ബൗളിൽ തന്നെ അല്പം പാലൊഴിച്ച് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം ബാക്കി പാലും കൂടെ ചേർത്ത് 1.5 ലിറ്റർ പാലാണ് നമ്മളിതിലേക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ ഇവിടെ മാംഗോ എസൻസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഷുഗർ ഒരു 6 ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട്. 5 മുതൽ 6 ടേബിൾ സ്പൂൺ വരെ എടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ തിക്കാക്കി എടുത്തിട്ടുണ്ട്. അതൊരു സൈഡിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വേറൊരു ഫ്ലേവറും കൂടെ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് 3/4 കപ്പ് പാലിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ, 3 ടേബിൾ സ്പൂൺ ഷുഗർ, കണ്ടൻസ്ഡ് മിൽക്ക് 2 ടേബിൾ സ്പൂൺ, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലതായിട്ട് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്ട്രോബെറി ഫ്ലേവറാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു 3 മുതൽ 5 ഡ്രോപ്പ് വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏത് ഫ്ലേവറാണ് വേണ്ടത്, അതുപോലെ തന്നെ ഏത് കളറാണ് വേണ്ടതെന്നൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ഇതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം മൊത്തമായിട്ട് നമുക്ക് ആ ഒരു കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ അടിയിലുള്ള ലെയറിൽ സ്ട്രോബെറി ഫ്ലേവറുള്ള ആ ഒരു മിൽക്ക് മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് വലിയ പീസായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ബ്രെഡ് മുഴുവനായിട്ടും ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് വീണ്ടും ആ ഒരു സ്ട്രോബെറി മിക്സ് ഒഴിച്ചു കൊടുത്തു. അതിന് മുകളിൽ കുഞ്ഞായിട്ട് പീസായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് പീസുകൾ ഇട്ട് കൊടുത്തു. അതിന് മുകളിലായിട്ടാണ് നമ്മൾ കസ്റ്റാർഡ് മിക്സ് ഇതിന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മുഴുവൻ ലെയർ നമ്മളിവിടെ റെഡിയാക്കി എടുത്തതിന് ശേഷം ഇഷ്ടാനുസരണം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ആൽമണ്ടും അതുപോലെ തന്നെ പിസ്ത പിന്നെ അതുപോലെ ചെറി ഇതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്തത് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് ബ്രെഡ് വെച്ചിട്ടുള്ള ട്രസ്ലെച്ചസ് പുഡിംഗ് ആണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പാലും 3/4 കപ്പ് ഫ്രഷ് ക്രീമുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് മൂന്നും കൂടെ ചേർത്ത് നമുക്കത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നല്ലതായിട്ട് തന്നെ മിക്സാക്കി നല്ല തിക്കായിട്ടുള്ള ഒരു പാനിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ ഒരു ജഗ്ഗിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് നമുക്ക് ബ്രെഡ് സ്ലൈസ് കട്ട് ചെയ്ത് അതെല്ലാം അരികെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് പാത്രത്തിൻ്റെ അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ഓരോ ലെയറും വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിൽക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഈ ഒരു ബ്രെഡിനെ സോക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ഓരോ ലെയറും വെച്ച് വീണ്ടും ആ ഒരു മിൽക്ക് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഓരോ ലെയറും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിന് മുകളിൽ നമ്മൾ വിപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം റെഡിയാക്കി ഇതിന് മുകളിലേക്ക് നമുക്ക് ലെയർ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഇഷ്ടമുള്ള കളറും ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ബ്ലൂ കളറിലുള്ള ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിന് മുകളിൽ വൈറ്റ് ക്രീം വെച്ചിട്ട് ഡിസൈൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർ നോസിൽ ഇട്ടിട്ടാണ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ആൽമണ്ട് അതുപോലെ തന്നെ പിസ്ത, ചെറീസ്, റോസ് പെറ്റൽസ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അല്പം പിസ്ത ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് അല്പം ചെറീസും കൂടെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ സെർവ് ചെയ്യേണ്ടത്. സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു മിൽക്കോട് കൂടിയാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങാണ്. ഇനി അടുത്തത് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കുനാഫയാണ്. ബ്രെഡ് വെച്ചിട്ടുള്ള കുനാഫയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അറബിക് സ്വീറ്റ് ആയിട്ടുള്ള ബ്രെഡ് കുനാഫ. അപ്പോൾ അതിനായിട്ട് 4 സ്ലൈസ് ബ്രെഡാണ് എടുക്കുന്നത്. അപ്പോൾ അരിക് കളഞ്ഞും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ അരിക് കളയുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുഞ്ഞ് പീസാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ടുള്ള ബ്രെഡ് ക്രംസ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. പിന്നെ ഇത് നമുക്ക് ലാസ്റ്റ് സെർവ് ചെയ്യുമ്പോൾ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷുഗർ പാനി റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 1/3 കപ്പ് ഷുഗറും 1/3 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരു നൂൽപ്പരുവൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് തിക്കായി വരുന്ന സമയത്ത് ഓഫ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇതിലേക്ക് അല്പം റോസ് വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. റോസ് വാട്ടർ ഇല്ലെന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇവിടെ 100 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അല്പാൽപ്പമായിട്ട് ഈ ഒരു ബ്രെഡ് ക്രംസിലേക്ക് ചേർത്ത് കൊടുക്കാം. പുട്ടിന് പൊടി നനച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ നമുക്കിതിങ്ങനെ കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇത് സെറ്റ് ചെയ്യാനുള്ള പാൻ എടുത്ത് അതിലല്പം ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക്
പകുതി ബ്രെഡ് ക്രംസിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നല്ലതായിട്ടൊന്ന് തിക്കാക്കി എടുക്കണം. അരികിലേക്ക് ചേർത്ത് വേണം നമ്മളിതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ക്രീം വെച്ച് കൊടുക്കുന്ന സമയത്ത് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സൈഡിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സൈഡിലേക്കൊക്കെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് പ്രസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ചീസ് ഇതുപോലെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ക്രീം ചീസ് ഇതിനെ നമുക്ക് ഒരു ലെയറായിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലേക്ക് ബാക്കി ബ്രെഡ് ക്രംസും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ലെവൽ ചെയ്തെടുക്കാം. നല്ല സ്വീറ്റ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കുനാഫയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആയിട്ടുണ്ട്. അരികൊക്കെ ഒന്ന് വിട്ട് വന്ന് തുടങ്ങുന്ന സമയത്ത് ഏകദേശം ഒന്ന് തണുക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ടൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ഭാഗം കൂടെ നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുനാഫയാണ്. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് ഇതിനെ ഒന്ന് നല്ലതായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു ഷുഗർ സിറപ്പ് ചേർക്കുന്നതോടുകൂടി നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും ഇത്. സ്വീറ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ ബട്ടറിൻ്റെ ഫ്ലേവർ അടങ്ങിയിട്ടുള്ള ഒരു ബ്രെഡും അപ്പോൾ അതിനകത്തുള്ള ഒരു ക്രീം ചീസും ഒക്കെ കൂടെ ആയിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഞാനിത് പിസ്ത പൗഡർ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള ഈ ഒരു ബ്രെഡ് വെച്ചിട്ടുള്ള 3 സ്വീറ്റും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ഒരു സ്വീറ്റ് ഈ ഒരു ഈദിനൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള 3 സ്വീറ്റും വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.